പത്തനംതിട്ട ഏനാത്ത് കടിക കണ്ണൻകുന്നിൽ ദേവീക്ഷേത്രത്തിൽ മോഷണം. സ്വർണ്ണമാലകളടക്കം 2.5 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നുണ്ട്. മേഖലയിലെ സ്ഥാപനങ്ങൾ, വീടുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള CCTV ക്യാമറ ദൃശ്യങ്ങൾ ശേഖരിക്കുകയാണ് ഏനാത്ത് പോലീസ്. മോഷണത്തിന് പിന്നിൽ 1-ലധികം പേരുണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന. നാലമ്പലവാതിലും ശ്രീകോവിൽ വാതിലും കുത്തിപ്പൊളിച്ചു. വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന 1 പവൻ തൂക്കമുള്ള സ്വർണ്ണമാല, അതിലുണ്ടായിരുന്ന താലി എന്നിവ കവർന്നു. ദേവസ്വം ഓഫീസിന്റെ പൂട്ട് തകർത്തു. ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന 1 പവന്റെ കാശുമാലയും കൗണ്ടറിലുണ്ടായിരുന്ന 17,000 രൂപയും മോഷ്ടിച്ചു. ക്ഷേത്രത്തിലെ വഞ്ചിയും ഉപദേവതാ ക്ഷേത്രങ്ങൾക്ക് മുന്നിൽ വെച്ചിരുന്ന ചെറുവഞ്ചികളും തകർത്ത് പണം അപഹരിച്ചു. രാവിലെ മേൽശാന്തിയും മാനേജറും കൂടെ ക്ഷേത്രം തർക്കം വന്നപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്. ദേവിക്ക് നിത്യം ചാർത്തുന്ന ഒരു മാല ഒരു പവനോളം വരും, സ്വർണ്ണമാല. പിന്നെ ഒരു സ്വർണ്ണത്താലി 1 ഗ്രാം വരും. പ്രധാന കോവിലിൻ്റെ മുമ്പിലിരുന്ന വഞ്ചി, ഗണപതി കോവിലിൻ്റെ മുമ്പിലിരുന്ന വഞ്ചി, വഞ്ചി എല്ലാം കൂടെ പൈസ നോക്കുകയാണെങ്കിൽ ഒരു 5,000 രൂപ അടുപ്പിച്ച് വരാൻ സാധ്യതയുണ്ട്. ഓഫീസ് കുത്തി തുറന്ന് അതിൽ ദേവിക്ക് വിശേഷ ദിവസങ്ങളിൽ ചാർത്തുന്ന ഒരു നെക്ലസ് മാലയുണ്ട്, 1 പവനോളം തൂക്കം വരും. അത് മോഷണം പോയി. തകർത്ത വഞ്ചികളും പൂട്ടുകളും ക്ഷേത്ര പരിസരത്ത് തന്നെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പുലർച്ചെ മാനേജർ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി. മേഖലയിലെ സ്ഥാപനങ്ങൾ, വീടുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള CCTV ക്യാമറ ദൃശ്യങ്ങൾ ശേഖരിക്കുകയാണ് ഏനാത്ത് പോലീസ്. മോഷണത്തിന് പിന്നിൽ 1-ലധികം പേരുണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന സൂചന. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.